ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഈദ് മുബാറക് എല്ലാവർക്കും. ഈദ് ഡേ വ്ളോഗാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. രാവിലെ തന്നെ മുബിക്കാക്ക് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ പിക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ പള്ളിയിൽ പോകാൻ റെഡിയായിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തി ഇതാ ഇന്നാണ് എത്തുന്നത് ഗൈസ്. ഇന്നലെ മൈലാഞ്ചി ഇടാനൊന്നും നീ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞ് ട്യൂബൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. മുബിക്കാക്ക് ഇതാ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കുർത്ത. യെസ്, സത്യം. മുണ്ടെടുക്കുന്നില്ല എന്താ? ട്രൈ ചെയ്യേ, അടിയിലൊരു ട്രൗസർ ഇട്ടാ മതി. വന്നിട്ട് നമുക്ക് ഇട്ടോക്കാം, എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ. അപ്പൊ മൂവിക്കൊക്കെ പള്ളിയിൽ പോവാണ് ഗൈസ്. പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഞങ്ങള് റെഡി ആയിട്ട് നിക്കാം. ഓക്കെ, ഉമ്മച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് കഴിഞ്ഞോ? ഇവിടെ പാർഷ്യാലിറ്റിയാണ് ഗൈസ്, ഇളയ മകൾക്കും മരുമകനും. അപ്പൊ ഞാനെന്ത് പോകെ എന്നിട്ട് ഇവരൊക്കെ കൊറേ തിന്നതാണ് ഇന്നലെ. ഇന്നലെ കൊറേ തിന്നതാണ്. ഞാൻ ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് തിന്നാണ്. ബസ് ഇറങ്ങിയാടെ എനിക്ക് വിശക്കണ് എന്നിട്ടോ 5:30 മണിക്ക് ഒന്ന് തിന്നാതെ വന്നു കൊച്ചിന്ന്. ശരി, അപ്പൊ നീ അവിടെ പട്ടിണിയായിരുന്നു? അല്ല, ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചാ, പിന്നെ ഇന്ന് രാവിലെ തിന്നിട്ടില്ല. ശരി, ഇവിടെ വന്നാ കഴിക്കാലോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കഥകള്. മാളൂട്ടി ഉറങ്ങുന്നുണ്ട്. ഐ ഷോ യു. മാളൂട്ടി ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഉറങ്ങുന്നുണ്ട്. ഇനി എണീറ്റിട്ട് മാളൂസിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഈദിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, നമ്മ ഫസ്റ്റ് പല്ല് പറിക്കലൊക്കെ ഒന്നിച്ചിരുന്നു. പല്ല് പോയ സീനുണ്ട് മോളെ, ഞാൻ വീഡിയോ എടുത്ത്. സിമ്പിൾ ആയിട്ട് ഇത് മതിയോ? ഇതാണ് സിമ്പിൾ. അതെ, ഇതൊരു സാമ്പിൾ. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുണ്ട്. എടി എന്ത് അപ്പൊ പള്ളി പോയിട്ട് വരാം. റെഡി ആയി നിക്കണേ, പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് ലിച്ചു മൈലാഞ്ചി ഇടുന്നത്. ഇതിന് എപ്പോഴാ ചോക്കാന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗെറ്റപ്പിലൊരു വീഡിയോ എടുത്ത് വെക്കാം അല്ലെ ലിച്ചു? തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട് തൊപ്പി കണ്ടേ, ഇല അരച്ചത് നന്നായിട്ട് ചോന്നു ലിച്ചു. ഇത് കണ്ട, ഞാൻ ഇന്നലെ ഉറക്കം തൂങ്ങിയിട്ട് ആകെ വൃത്തികേടായി കഴിച്ച് എൻ്റെ കയ്യിലത്. ബാക്കിയെല്ലാം ഞാൻ നല്ല വൃത്തിയിൽ ഇട്ടെടുത്ത് ഉമ്മച്ചിക്ക് ലിച്ചുവിനും മാളൂനൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് നോക്ക്. വാവ്, ഉമ്മച്ചി രാവിലെ തന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള ഉണ്ണിയപ്പം കേട്ടോ ഗൈസ്. വാവ്, അടിപൊളി. ഉണ്ണിയപ്പവും ബീഫും കഴിക്കണം. ഞാനിതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ലിച്ചുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു, ഉണ്ണിയപ്പമൊക്കെ ആക്കിക്കണം. അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാണേ. നീ ചായ കുടിക്കുക? നല്ല സിനിമ ഉണ്ട് പെരുന്നാളൊക്കെ ആയിട്ട്. പക്ഷെ സിനിമയൊന്നും കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ പരിപാടികളുണ്ട് ഗായ്സ്. ഉമ്മച്ചിയുടെ തകൃതിയായി പെരുന്നാളിലേക്കുള്ള മന്തി ഉണ്ടാക്കുന്നത്. ബിരിയാണി അല്ല, മന്തിയാണ് കേട്ടോ ഇപ്രാവശ്യം. കണ്ട, ചിക്കനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇടും അല്ലേ? കുക്കർ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോറി ഗൈസ്, ഞാൻ റെസിപ്പി എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എടുക്കാം. ഇതാ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ ഇത് എത്ര വേവാകുമ്പോൾ എടുക്കാന്ന് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഈ വേവിലെടുത്തിട്ട് ഇതങ്ങനെ വെന്തിട്ടില്ല കേട്ടോ. ഒരു പകുതി വേവായിട്ടുള്ളൂ. ഇച്ചിരി ഒരു ബലമുണ്ട്. ഇതങ്ങനെ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് എത്ര വിസിലാ? ഒറ്റ വിസിൽ വന്നാൽ മന്തി റെഡി. നല്ല മഴ ഉണ്ടാവും കുക്കറിൽ വെക്കുമ്പോൾ, അതെനിക്കിഷ്ടം. ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇടാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർണമെൻറ്റ്സ് കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് അതേ ഇടുള്ളൂ. നെയിലൊട്ടിക്കണം. മൂക്കുത്തി ഉണ്ട്, അത് പൊട്ടാണ് കേട്ടോ മൂക്കുത്തി ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കമ്മലും ഏതിടണം എന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, അത് നോക്കണം. പിന്നെ എൻ്റെ മാളൂസിന് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങൾക്ക് ഒരുങ്ങാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെരുന്നാളിന് വേണ്ടി ഒരുങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈദ് സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. മാളൂട്ടി പല്ലൊക്കെ പോയി മൊയിലും കുട്ടിയായി ഇതാ നിൽക്കണു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞേ? യെസ്, അവള് പഠിച്ചു. ഊഹിച്ചു പറഞ്ഞാ, ബട്ട് ദിസ് ഈസ് എക്സാക്ട്ലി റൈറ്റ്. ഓക്കെ, അതെ ടോണർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ടോണർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ തേക്കാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മൈലാഞ്ചി ഒന്നും കൂടെ റെഡ് ആവാനുണ്ട് കേട്ടോ. ഓറഞ്ച് ആയിട്ടുള്ളൂ.
ടൈം കിട്ടിയില്ല ഇടാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് പറയട്ടെ, പൗഡർ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പൗഡർ ഇടും. അത് കഴിഞ്ഞാൽ ലിപ് ബാം. ഞാൻ മാളൂട്ടീൻ്റെ പൗഡറാണ് ഇടുന്നത്. പൗഡർ അല്ല. ഓക്കെ, സൺ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ. ഞാൻ ബേബി പൗഡറാണ് ഇടുന്നത്. ഞാൻ ഫൗണ്ടേഷൻ ക്രീമും പൗഡറും ഒന്നും ഇപ്പം തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ഇടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് തൽക്കാലം മാളൂട്ടീൻ്റെ പൗഡറും മാളൂട്ടീൻ്റെ ബ്രഷൊക്കെ എടുക്കാം. ബ്രഷ് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ റൂമിസ് ക്യൂബ് റെഡിയാക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാരയാ? യെസ്, മസ്കാര ഞാൻ ഇപ്പോഴും ഇട്ട് കൊടുക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് നല്ല തിക്കായിട്ടുണ്ടാവുള്ളൂ. ഗൈസ്, ഞാൻ എൻ്റെ സ്കിൻ കെയറില്ല, പൗഡർ കഴിഞ്ഞിടുന്ന ലിപ് ബാമാണ്. അത്ര പിന്നെ മുടിയത്തെ. ഇനി നമുക്ക് ഐബ്രോ ഇട്ട് കൊടുക്കാം. എനിക്കൊരു സ്ട്രോപ്പ് ക്രീം വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ വാങ്ങിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ടൈമാണ് ഞാനത് ഓർത്തത്. ഞാൻ സൺ പ്രൊട്ടക്ഷൻ മോയ്സ്ചറൈസറൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിക്കണം നേരത്തെ, പിന്നെ ഓൺലൈനിലാണ് വാങ്ങിക്കുക. അപ്പം ഇപ്പോൾ ഓർഡർ ചെയ്താൽ ഇതിന് മുന്നേ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. അതുണ്ടെങ്കിൽ എനിക്കത് മാത്രം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പകലൊക്കെ ഇങ്ങനെ ഗ്ലോ ആയിട്ടുണ്ടാകും, ഫേസൊക്കെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. പകലത് മാത്രം ഇട്ടാൻ പറ്റില്ല നമുക്ക്, പക്ഷെ നൈറ്റൊക്കെ പുറത്ത് പോകണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം ഇനി ഐബ്രോ ഇട്ട് കൊടുക്കുക. ഐബ്രോ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മസ്കാര ഇട്ട് കൊടുക്കുക. കണ്ണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, ഇങ്ങനെ ഈ വാലിൻ്റെ അവിടെ മാത്രമാണ് കേട്ടോ എഴുതണേ. എൻ്റെ അനിയത്തി സ്ഥിരം ഇങ്ങനെയാണ് എഴുതാറ് കൂടുതലും. പക്ഷെ ആദ്യം എനിക്ക് ചേരൂല എന്ന് ഞാൻ കരുതി, പക്ഷെ എഴുതിയപ്പോൾ എനിക്കിഷ്ടമായി. അയ്യോ പരന്നു. നമ്മൾ ഐലൈനർ ഇട്ട് കഴിഞ്ഞ് ഇനിയും നമ്മൾ മസ്കാര ഇടുകയാണ്. ജസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മറന്നുപോയി, അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. ലിപ്സ്റ്റിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി. ഇപ്പോൾ നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇടാറ്. ഓക്കെ, ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലിപ്സ്റ്റിക്ക് നമ്മൾ ലിപ്പ് ലൈനർ പോലെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇടാറ്. എന്നാൽ ഓക്കെ, വരുമ്പോൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അത് ഞാൻ കസിൻസിനെയൊക്കെ വിളിച്ചു നോക്കിയാൽ. അപ്പോൾ ഏകദേശം ഫേസൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇനി ഹെയർ സെറ്റ് ചെയ്യണം, പിന്നെ വളയമാലയൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഹെയർ ഞാൻ സെൻറ്റർ എടുത്തിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലൂസ് ഹെയർ ആയിട്ടാണ് ഇടുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ എടുത്ത് വട്ടത്തിൽ കെട്ടി വെക്കുമെന്ന് പറയാൻ പറ്റില്ല, ചൂട് കാരണം. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ കെട്ടാം. ഓക്കെ, അപ്പോൾ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്വല്ലറീസ് ഇടാം. പക്ഷെ ഞാൻ ഈ സാധനം മറന്നുപോയി. പക്ഷെ ഇത് ഇടണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നഖം ഓൾറെഡി റെഡാണ്. അല്ലെങ്കിൽ വേണ്ട. ഇന്ന് എന്തായാലും തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് ഓറഞ്ച് സാരല്ല. ഇനി നമുക്ക് ഫസ്റ്റ് മൂക്കുത്തി കുത്താം. മൂക്കുത്തി കുത്താം. ഒരു ഗോൾഡൻ കളറും ഒരു വൈറ്റ് സ്റ്റോണും കൂടെ വരുന്നതാണ് കേട്ടത്. എൻ്റെ മുഖത്ത് ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ട് തോന്നുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ മൂക്കുത്തി സെറ്റ് ചെയ്ത് ഇതാകുമ്പോൾ നമുക്ക് വേണ്ടാത്തപ്പോൾ പറിച്ച് കളയുകയും ചെയ്യാം, ഇങ്ങനെ ഒട്ടിക്കുകയും ചെയ്യാം. നല്ല എളുപ്പമല്ലേ? അതായത് എനിക്ക് കുത്തുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചില ഡ്രസ്സിന് ചേരാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടിക്കുന്നത്. ഇനി വളയിടാം. ഓക്കെ, ഇതുമുണ്ട്, പിന്നെ ഇതുമുണ്ട്. ലിച്ചു തന്നെ ഏതിടും? ലിച്ചു, നിനക്ക് ഈ കഴിച്ചയും വേണ്ട? ഏത്? അത് ശരി, നിനക്ക് വേണോ? പിന്നെന്തിനാ അവിടെ വെച്ചേ? നമുക്ക് കൊണ്ടുപോയിക്കോ. അപ്പം നമുക്ക് ഇതന്നെ ഇടാം, വേറെ ഓപ്ഷൻ ഇല്ല. പുതിയതായിട്ട് വാങ്ങിച്ചു കേട്ടോ. നഖം ഒന്നും കൂടെ റെഡ് ആവണമായിരുന്നു, നഖം മാത്രം. പക്ഷെ ഇവിടെ ഭയങ്കര റെഡായി. ഓക്കെ, ഞാൻ മെഹന്തി ഇട്ടൊന്നും വലിയ വൃത്തിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ, സ്റ്റിച്ച് ചെയ്യുമ്പോഴും നന്നായിട്ട് ചെയ്ത് കൊടുക്കും.
എന്നിട്ട് സ്വന്തം ചെയ്തത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി ഇടും ലാസ്റ്റ് സമയമാകുമ്പോൾ തിരക്കിട്ടിട്ട്. അതേപോലെ ഇന്നലെ മൈലാഞ്ചി ഇട്ട് സ്റ്റിച്ച് ചെയ്യണതും അങ്ങനെയായിരിക്കും ഞാൻ. കമ്മലിനി ഇതുണ്ട്, ഇത് കുഞ്ഞിതായിട്ട് സിമ്പിളായിട്ട് നല്ല തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെനിക്കിഷ്ടമായി. പക്ഷേ കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മൽ എനിക്കിഷ്ടമായിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇടണമെന്നുണ്ട് ഈ ഡ്രസ്സിന്. പക്ഷേ ഏതാ ചേരാന്ന് എനിക്ക് കൺഫ്യൂഷൻ. ഞാൻ ഇതുണ്ട്, ഈ കമ്മലും ഇട്ടിട്ടുണ്ട്, ഈ കമ്മലും ഇട്ടിട്ടുണ്ട്. ഏതാ രസം എന്ന് ചോദിച്ചിട്ട് വരാം. നിങ്ങളും പറയണം കേട്ടോ ഏതാ രസം എന്ന്. കാരണം നെക്സ്റ്റ് ടൈം ചൂസ് ചെയ്യുമ്പോൾ എനിക്കതിൽ ചൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചിട്ട് വരാം. എല്ലാവരും ഈ കമ്മലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇട്ട് ഞാൻ, എനിക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവള് ഈ പല്ല് കാണിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ വ്ലോഗ് അവസാനിക്കുന്നവരെ ഇനി നമുക്ക് മാളൂട്ടീനെ ഒരുക്കാം. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ. മാളൂട്ടി തേക്കാണോ? ഓക്കെ, മാളൂട്ടി മോയ്സ്ചറൈസർ തേക്കോ. ഇനി സൺ പ്രൊട്ടക്ഷൻ. സൺ പ്രൊട്ടക്ഷൻ ആടുന്നു. ഞെട്ടല സൺ പ്രൊട്ടക്ഷൻ കുറച്ച് 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 കവളൊന്നും അടിയിലല്ല. ഞാൻ ഇങ്ങനെ ആക്കട്ടെ, അങ്ങനെ അങ്ങനെ എന്നിട്ട് നല്ലോണം. ഞങ്ങളെ പല്ലൊക്കെ പോയല്ലോ പച്ചനെ. എവിടെ മമ്മ എൻ്റെ പല്ലെടുത്ത് വെച്ച പല്ല്? പല്ലവിടെ ഉണ്ട്. ഇനി പൗഡർ ഇടാം. വേണ്ട 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 വേണ്ട. കാരണം പൗഡർ കപ്പി ഷോമി ഷോമി. മാളൂട്ടിക്ക് ബ്ലഷ് ഇട്ടെടുക്കാം. ബ്ലഷ് നമ്മൾ കുറച്ച് 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 പിന്നെ കുറച്ച് വെളിയിലേക്ക്. അമ്മ ബ്ലഷ് ഇടുന്നത് സിമ്പിൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇടുക അല്ലെങ്കിൽ ഒറ്റടി. പിന്നെ കുറച്ച് പാർട്ടി വെയർ ആക്കാൻ കരുതി. അതെടുത്താൽ എനിക്ക് ഇഷ്ടം. ഇത് ഭയങ്കര ഗിൽറ്റ് മാത്രമാണ്. ആ വൈറ്റ് എടുത്തോളൂ, അത് നല്ലതാണ്, ഇടുമ്പോൾ നല്ലതാണ്. കണ്ടു. ഇനിയുള്ളതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. കസാരയിലൊന്നും ഇരുത്തിയിട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ ഐബ്രോ വരച്ചു കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കോ മമ്മന്റെ കഥ തൂങ്ങി കിടക്കുന്നുണ്ട്. ഐബ്രോ ഇട്ടിട്ടുണ്ട്. ഇനി ഐലൈനർ. ഐലൈനർ വാല് മാത്രം മതി സാറേ. ഓക്കെ, ഇങ്ങോട്ട് വാ. ഓക്കെ സാറേ. ലിപ്സ്റ്റിക്ക് ഇടാം. ഈ കണ്ട ആ ഇനി എന്താണ് ഗാസ് നമുക്ക് ചെയ്യാനുള്ളത്? മുതുകെത്താനുണ്ട് അല്ലേ? യെസ്, പോലെ തന്നെയാണ് മാളൂട്ടിക്കും കെട്ടിക്കൊടുക്കുന്നത്. മമ്മ എങ്ങനെ കിട്ടിയേ? രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് അഴിച്ചിടുക. ഇങ്ങനെ ഇടുമ്പോൾ മുട്ടച്ചി. മാളൂസിന് പക്ഷേ കുറച്ച് മുട്ടച്ചിയോ ബാങ്ക്സ് ഉണ്ട്. ആ ബാങ്ക്സ് ഇടുമ്പോൾ കുഴപ്പമില്ല. ബാങ് 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 ബാങ്. ഇതാ ബ്ലഷ്. ഇങ്ങനെ ബ്ലഷ് ഈ സൈഡിലത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെന്നിക്കും. ഈ സൈഡിലത് ഇങ്ങനെ എടുത്തിട്ട് ക്രാബാണ് കുത്തി കൊടുക്കുന്നത്. അതേപോലെ ഇങ്ങനെ നിൽക്കുക. അതേപോലെ ഈ സൈഡിലേയും കൂടെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സൈഡിലേയും കൂടെ എടുത്തിട്ട് ഇവിടെ ഒരു ക്രാബ് കുത്തി കൊടുക്കാം. ഓക്കെ, സെറ്റായില്ലേ? അപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. സോറി ഗൈസ്, വളയും മാലയും കൂടെ ഇടാനുണ്ട്. ഇതാ അല്ല, ഇത് ഈ കയ്യിൽ നമുക്ക് വളയിടാം. മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. അമ്മയ്ക്ക് അവിടെ ഇത് കെട്ടുപിടിങ്ങി കേട്ടോ. യെസ്, ലുക്ക് നല്ല രസമില്ലേ കഴിച്ചതിന്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. I like it so much. ഓക്കെ, കം ഓൺ. ഇനി ഞങ്ങളെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അല്ല, മാച്ചിങ് ചെരുപ്പ്, മാളൂസിൻ്റെ ചെരുപ്പ്. ഓക്കെ, കാണിച്ചിട്ട് പോകാൻ ഒന്ന് വട്ടം കറങ്ങിക്കോ. അപ്പൊ നമുക്ക് എല്ലാവരുടെ പോവാനുണ്ട്. വാ, മുണ്ടെടുത്തില്ല കേട്ടോ. ലാസ്റ്റ് പാൻറ് തന്നെ ഇട്ട് ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ജസ്റ്റ് തറവാട്ടിലൊന്നും പോയിട്ട് വരാമെന്ന് കരുതി.
ധാരാമാളൂ ഇത് പരിചയപ്പെടുത്തത് ആരാന്ന്? പല്ല് പോയതുണ്ടാ പാപ്പ ഇന്നലെ. മാളൂതാ ഗായ്സ്. അപ്പൊ നല്ല മന്തിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി മീനങ്ങാടി പോവാന്. മാളൂട്ടി എന്താ വിളമ്പാത്ത? എന്താ വേണ്ടത്? തൈരാണെന്ന് എഴുതി എടുത്ത് ഒഴിക്കല്ലേ ലിച്ചു. പായസാണ്. ബിരിയാണിയും ഉണ്ട് മന്തിയും ഉണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. എന്താ വേണ്ടത്? അങ്ങനെ തറവാട്ടിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മീനങ്ങാടിയിലേക്ക് വന്നു. മൂവിക്കാകന്റെ വീട്ടിൽ വന്നപ്പോഴേക്കും മാളൂട്ടി പോയിട്ട് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കയറി കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാക്കവയൽ പോയി. എല്ലാവരും അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാക്കവയൽ ചെന്നപ്പോഴേക്കും എല്ലാവരും ഞാൻ വ്ലോഗ് എടുക്കുന്നത് പറഞ്ഞ് റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നേ. ചെല്ല് ചെല്ല്. ഈദ് മുബാറക് ഒരാള്. ക്യാമറ ക്ലോസപ്പിലിടൂ. എല്ലാവർക്കും ഈദ് മുബാറക്. 3 വട്ടം കെട്ടിപ്പിടിക്കണമെന്ന്. ചിരിക്കുക. അതെ, ചോള് മനസ്സ് തുറന്ന് ചിരിക്കുന്നു അങ്ങോട്ട്. മുബിക്കാകന്റെ ഉമ്മാന്റെ, അതായത് മാളുമ്മച്ചീൻ്റെ ഫാമിലിയാണ് ഇതൊക്കെ. പക്ഷെ എനിക്ക് എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് കേട്ടോ ഇവർ. അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ് ഇവിടെ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപാടെ മാളൂട്ടി എല്ലാവരോടും ഒരാളെ പോലും വിടാതെ ഹഗ് ചെയ്ത് ഈദ് മുബാറക് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പോയിട്ട് ഞാൻ ഇട്ട് കൊടുത്ത മൈലാഞ്ചി ഒക്കെ ചോന്നിട്ടുണ്ടോ നോക്കി. ഒരു ഫോട്ടോ ഒന്നല്ല. സ്മൈൽ പ്ലീസ്. അത് കഴിഞ്ഞ് പിന്നെ കുറെ നേരം ഫോട്ടോഷൂട്ട് ആയിരുന്നു കേട്ടോ. പെരുന്നാളിന് എല്ലാവരും ഒന്നിക്കുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മോണ്ടം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ലണ്ടനിലാണ്. അപ്പൊ എല്ലാവരും ഒന്നിച്ചുള്ളപ്പോൾ ചുമ്മാ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്ത ഒരാളെ ഞാൻ വീഡിയോ കോളിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി ഹായ് പറഞ്ഞോ. അപ്പത്തിന് പിന്നെ മാങ്ങ മുറിക്കലും ഉപ്പും മുളകും തേച്ചിട്ട് കഴിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാരും കൂടെ കൂടുമ്പോ ഇതൊക്കെ രസല്ലേ. നല്ല മാങ്ങയും ഞാൻ പറിച്ചതാണ് ഗൈസ് ആ മരത്തുനിന്ന്. അങ്കിൾ എന്തോ പറിച്ചിട്ട് വരും. ഇത് വെറൈറ്റി പേരൊക്കെ അങ്കിള് പറിച്ചോണ്ടാ. ഞങ്ങൾ കഴിച്ചോക്കട്ടെ. നല്ല കുരുമുളക് പൊടിയും മുളകും പൊടിയും ഉപ്പും അതൊക്കെ എന്തായാലും അപ്പുറാവടി. ഇതൊക്കെ ആള് വെറൈറ്റി. ഇവിടെ എന്തൊക്കെ കാട്ടിനെ നോക്ക്. മറ്റോള് വെള്ളം ഇറക്കിയപ്പോഴത്തേക്കിനും ആള്. അത് എനിക്കൊന്നും ഉണ്ടേ. ഒന്ന് മാമ കൊടുക്കൊന്ന് തിന്നോക്കാനോ. പുളി പുളി ഫസ്റ്റ് ടൈം കേട്ടോ. ഹലോ വെളിച്ചെണ്ണ അച്ചിര 2 ബാത്റൂമേ ഉള്ളൂ. ബുക്ക് ചെയ്താൽ നന്നാവും. പുളിപ്പേരൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് പിന്നെയും പോയി ഞങ്ങൾ പറിച്ചു തിന്നു കേട്ടോ. അപ്പോഴാണ് മിച്ചു ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നത്. അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഞങ്ങള്. അവിടെ വെക്കാം. ഒപ്പരം ഒപ്പരം ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ആണ് ഇവര്. അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മിച്ചുവിന്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടിയിട്ടുള്ളത് പെരുന്നാളിന്. ഇത് മിച്ചുവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? ഭാബി കഴിക്കാൻ പോവാ. ഭാബി
അങ്ങനെ വെക്കൂ. അതാ തിന്ന് മിച്ചുവിനെ കല്യാണത്തിന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ പേര് ഇതിൽ മിസ്സിംഗ് ആണ് കേട്ടോ. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. കയ്യിലെന്തോ മുറിയൊക്കെ എങ്ങനെ ആയത് നോക്കറിയില്ല. ഹായ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അഫ്നി മേമിന്റെ വീട്ടിൽ പോയിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പ്രൈസ് ടാഗ് ഇട്ടോണ്ട് പെരുന്നാൾ ഡ്രസ് ഇട്ടിരിക്കുന്നു. ഒരാളിവിടെ ഇത്രയും നേരം തൈരില്ലാഞ്ഞിട്ട് ചോറ് തിന്നാണ്ടിരുന്ന ആളാണ്. സ്വന്തം വിളമ്പി കഴിക്കുന്നു. എങ്ങോട്ടാണാവോ? ഇവിടെ ഇരുന്ന് തിന്ന് ടേബിൾമേ. ഹലോ ഹലോ ഹലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബായ് പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോകുന്നത് കല്ലൂരാണ്. എൻ്റെ ഉമ്മച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ എല്ലാവരെയും കാണാൻ കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. മാളൂട്ടി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ കയറിയിരുന്നിട്ട് ഫുള്ള് കളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാനായി. മൂബിക്ക ഫസലിൻ്റെ കൂടെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കസിൻസും കൂടെ റൂമിൽ ഒരു സ്പേസ് കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ പോയിരുന്ന് ഫുഡ് കഴിച്ചത്. അപ്പോഴേക്കും പിന്നെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് മോണ്ടിക്കാക്കനെ ഏൽപ്പിച്ചു കേട്ടോ. വളരെ കുറച്ച് ഇത് പിന്നെ അധികം ഫുഡ് കഴിക്കൂല. ഇത് വളരെ കുറച്ച് ഫുഡ്. ഇവള് പിന്നെ സ്ലിം ബ്യൂട്ടിയാണ്. സിക്സ് പാക്ക് ആകാൻ വേണ്ടിട്ട് ശരിയല്ലേ? സിക്സ് പാക്കിന്റെ ആണോ? സിക്സ് പാക്ക് ഇതിപ്പോ എന്താ? ഈ കാർ എനിക്ക് തരുമോ? കാറ് എന്താടാ എന്റെ ഉപ്പാനെ കൊണ്ടോട്ടെ. അടുക്കള കവർ ഗാർഡിനിട്ടെ അതിനെ പോയിട്ട് ഇവിടെ കല്ലൂർ വീട്ടിൽ ആടുണ്ട് കേട്ടോ. അപ്പൊ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കൊണ്ടോട്ടെ എന്ന് ചോദിച്ച് യുദ്ധാണ് ഇപ്പൊ കേട്ടത് കേട്ടോ. ആദി ഒരാട്ടിൻകുട്ടീനെ ഞങ്ങൾക്ക് തരൂല്ലേ? ഒന്നിനെ തരും. കണ്ടോ കണ്ടോ? ഞങ്ങൾക്ക് ഒന്നിനെ തരും ആട്ടിൻകുട്ടീനെ. കണ്ടോ? രണ്ടെണ്ണത്തിന് തരുമോ? ആദ്യം ആക്ഷൻ കാണിക്കേ. ഇപ്പൊ മാളൂട്ടി കാണിച്ചു. ഷാരൂഖ് ഖാന്റെ പടാണേ. ആട് ജീവിതമായിരിക്കും. ആദ്യം എങ്ങനെ പാട്ട് പാടാ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FB യിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.